ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ കൊച്ചു കൂട്ടുകാർക്കും കൂടാൻ പറ്റിയുള്ള ഒരു ഐറ്റം ആയാലോ. അപ്പോൾ ഇതാ ഇതുപോലെ കളർ പേപ്പർ എടുക്കുക, അതിൻ്റെ മുകളിൽ സ്റ്റാർസ്, അതുപോലെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ, പിന്നെ ഒരു ഡിയർ, അങ്ങനെയൊക്കെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതേ ഷേപ്പിലൊന്ന് വെട്ടിമുറിച്ചെടുക്കുക വേണ്ടു. പിന്നെ നിങ്ങൾക്ക് സ്ക്വിഷി ഇഷ്ടമല്ലേ, അപ്പോൾ നമുക്ക് സ്ക്വിഷി മോഡലായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പഞ്ഞി വെച്ച് കൊടുത്തിട്ട് ഇതിനെയൊക്കെ ഒന്ന് സീൽ ചെയ്തെടുക്കണം. അപ്പോൾ വലിയ സ്റ്റാറോ അല്ലെങ്കിൽ വലിയ ട്രീ ഒക്കെയാണ് പേപ്പറിൽ വെട്ടിയെടുക്കുന്നതെങ്കിൽ കുറച്ചധികം പഞ്ഞി ഉപയോഗിക്കേണ്ടി വരും. ചെറിയ ചെറിയ സ്റ്റാറുകൾ മാത്രം മതിയെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പഞ്ഞി മതി കേട്ടോ. അതിനായിട്ട് ഞാൻ ഈ പഴയൊരു ബൊമ്മയുടെ വയറ് കീറി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയ്ക്കും പഞ്ഞൊന്നും ശരിക്കും ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോൾ ദാ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ അറ്റും ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സാധാരണ പക്ഷേ നമ്മൾ സ്ക്വിഷി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ സെലോ ടേപ്പൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാറുണ്ടല്ലേ. ഇതിപ്പോൾ എന്തായാലും ക്രിസ്മസ് പർപ്പസിന് മാത്രമല്ലേ, അപ്പോൾ വെറുതെ സെലോ ടേപ്പ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കളയണ്ടല്ലോ. അപ്പോൾ സൈഡ് ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലിറ്റർ പെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലോ ചെയ്യുന്ന ഐറ്റംസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു ഡിയറിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ കഴുത്തിൽ ഇതുപോലെ ഒരു റെഡ് ബോയും കൂടി ഉണ്ടാക്കി കൊടുത്തു. എല്ലാം ഇതുപോലെ സ്ക്വിഷി പോലെ ഇങ്ങനെ സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി ഇത് റെഡ് റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ.